ഇതുപോലെ താഴ്ന്നിറങ്ങി വന്ന ഒരുവനെ ലോകത്തിൽ വേറെ കണി കാണാൻ കിട്ടില്ല. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ധാരാളം നിർവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഹൃദയസ്പർശിയായ ഒന്ന് രണ്ട് നിർവചനങ്ങളിൽ ഒന്ന്, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയാണ് സ്നേഹം. രണ്ട്, സ്നേഹിക്കപ്പെടുന്നത് ആരെയാണോ ആ വ്യക്തിയുടെ ഉയർച്ചയ്ക്കു വേണ്ടി സ്നേഹിക്കാൻ തയ്യാറാകുന്ന ആൾ ഏതറ്റം വരെ താഴാൻ കാണിക്കുന്ന ത്യാഗമനോഭാവത്തിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാപികളും ദോഷികളുമായിരുന്ന പാതാളത്തോളം താണുപോകേണ്ട നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ, സ്വർഗത്തിൽ നിന്നും ഏതറ്റം വരെ താഴാൻ കാണിച്ച യേശുവിൻ്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ലോക ചരിത്രത്തിൽ മറ്റൊരു സ്നേഹമില്ല. അതുകൊണ്ട് ഈ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അടുത്ത വാക്യം, പിതാവായ ദൈവം അവനെ ഉയർത്തുന്ന പടികൾ 7 പടികളാണ്. സകല നാമത്തിനും മേലായ നാമം നൽകി. എനിക്ക് എവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നിട്ട് പറയാണ്, എത്ര ലോകങ്ങളുണ്ട്? ഇവിടെ പറയുന്ന 3 ലോകങ്ങൾ. 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും 3/4 ചക്രത്തിന് വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത ഒരു 1/4 കാശിൻ്റെ വിലയില്ലാത്ത ഏതോ ഒരു ദൈവത്തിന് മുൻപിലല്ല ഇന്ന് ഈ ചെറുവക്കൽ കൺവെൻഷൻ നടക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യനായി ഒരുവനുണ്ടെങ്കിൽ ആ ദൈവത്തിന് മുൻപിൽ ഇന്ന് രാത്രിയിൽ തുറന്ന മനസ്സോടെ മുഴങ്കാൽ മടക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഈ രാത്രിയിൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. മുഴങ്കാൽ മടക്ക എല്ലാ നാവും 20-ൽ പരം കോടി ആളുകൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന യുക്തിവാദികളുണ്ട്. അത്രയും കോടി ആളുകൾ നിരീശ്വരന്മാരായി ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ അവിശ്വസിക്കുന്ന കോടിക്കണക്കിന് വേറെ ആളുകളുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന 725 കോടി ആളുകൾ, 125 കോടിയിൽ പരം വരുന്ന ആളുകൾ ഒരു ദൈവമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്തവരാണ്. ഈ രാത്രിയിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും ഞങ്ങൾക്ക് ഇന്ന് രാത്രി കുഴപ്പമില്ല. പക്ഷേ യെരുശലേമിൽ ഒറ്റ കസേരയിട്ട് പ്രതിപക്ഷമില്ലാതെ 1000 വർഷം ഏക ചക്രാധിപതിയായ യേശു ഭരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ സകല നിരീശ്വരന്മാരും ഇവിടുത്തെ സകല യുക്തിവാദികളും യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. അന്ന് ഗതികെട്ട് പറയുന്നതിനേക്കാൾ ഇന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാഭിമാനത്തോടെ ഉറക്കെ പറയുമ്പോൾ കൃപ നൽകപ്പെട്ട ദൈവജനത്തിനായി വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. 3 ലോകം പറയുന്നൊരു ദൈവം. ആ പേരടുത്തത് യേശു ക്രിസ്തു കർത്താവ്. ആരാണ് യേശു? ഈ ഭൂലോകത്തിൽ ഉള്ളവർക്ക് പരിചയപ്പെട്ട നാമം. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് അവലോകത്തുള്ളവർക്ക് പരിചയമുള്ള നാമമാണ് യേശു. ക്രിസ്തു, അഭിഷിക്തൻ, മശിഹ. ജീവിച്ചിരിക്കുന്ന യഹൂദനും 1-ാം പാതാളത്തിലേക്ക് പോയ ഭക്തന്മാരും പ്രതീക്ഷിക്കുന്ന നാമം ക്രിസ്തു. കർത്താവ് ഈ 2 ലോകത്തിലുമുള്ള പേരല്ലത്, സ്വർഗലോകത്തിലുള്ള പേരാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട്. യേശു ഇന്നലത്തെ പേര്, ഭൂതകാലത്തെ പേര്. ക്രിസ്തു ഇന്ന് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പേര്. കർത്താവ് വരാൻ പോകുന്ന മേഘങ്ങളെ വാഹനമാക്കി വരാൻ പോകുന്ന ദൈവം. ഈ ഭൂലോകത്തിൻ്റെ യേശു, അധോലോകത്തിൻ്റെ ക്രിസ്തു, സ്വർലോകത്തിൻ്റെ കർത്താവ്. ഇന്നലെകളിലെ യേശു, ഇന്നത്തെ ക്രിസ്തു, നാളത്തെ കർത്താവ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെ യേശുവിൻ്റെ കർത്തൃത്വത്തിന് മാറ്റമില്ല. യേശു മാത്രം കർത്താവ്. യേശു കർത്താവാണെന്ന്, അവൻ ദൈവമാണെന്ന് എങ്ങനെയാണൊന്ന് മനസ്സിലാക്കി കൊടുക്കുക? ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് 3 വർഷം 4 വർഷമൊക്കെ പഠിച്ച് VTH PDയും ഒക്കെ ആയിട്ട് ഇറങ്ങിയാലൊക്കെ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനും പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കുക? യേശുവിൻ്റെ ജീവിതം നോക്കിക്കേ. വെറും 33.5 വർഷം എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്.
12 വർഷം കാണാനില്ല, 18 വർഷം പാലസ്തീനിൽ തന്നെ, 3.5 വർഷം ഈ പാലസ്തീൻ്റെ പച്ചമണ്ണ് നുകം വെച്ച മൃഗത്തെപ്പോലെ ഇളക്കി മറിച്ച് കണ്ണിൽ കണ്ടവരെ, കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകി. പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ കാൽവറി വരെ, ഗബ്ബത്ത മുതൽ ഗോൽഗോഥ വരെ കടന്നുപോയി ക്രൂശിൽ മരിച്ച ആ കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ജീവിതം പഠിച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 3.5 കൊല്ലം ജീവിച്ചപ്പോഴേക്കും 3 ലോകവും മുട്ടുമടക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെങ്ങാനും 100 കൊല്ലം യേശു ജീവിച്ചിരുന്നെങ്കിൽ ഇനി വേറെ വല്ല ലോകക്കാരും വന്ന് അവനെ ആരാധിക്കേണ്ടി വന്നേല്. വെറും 3.5 കൊല്ലം കൊണ്ട് 3 ലോകത്തെ മുട്ടുമടക്കിച്ചെങ്കിൽ നമ്മുടെ വല്ലോ ആയുസ് യേശുവിനുണ്ടായിരുന്നെങ്കിൽ, എന്റെ ദൈവമേ, 70 കൊല്ലം പ്രസംഗിച്ചിട്ടും 100 കൊല്ലം ആരാധിച്ചിട്ടും ഈ 3.5 വർഷം ജീവിച്ചവന്റെ അവദാനങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ല, പ്രസംഗിച്ചിട്ടും തീരുന്നില്ല, പാടിയിട്ടും തീരുന്നില്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല. യേശു 3.5 കൊല്ലം ഭൂമിയിൽ ജീവിച്ചപ്പം 3-4 കൂട്ടർക്ക് മനസ്സിലായി ഇവൻ യേശുവൊന്നും അല്ല, ഇവൻ ക്രിസ്തുവാണ്. ആർക്കൊക്കെ മനസ്സിലായി? 2-3 കൂട്ടർക്ക് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഇവൻ യേശു മാത്രമല്ല, ക്രിസ്തുവാണ്. ഒരേ ഒരാളുടെ മുൻപിൽ യേശു തന്നെ വെളിപ്പെടുത്തി, ഞാനാണ് ക്രിസ്തു. ചില ആളുകൾക്ക് യേശു യേശുവാണെന്ന് മനസ്സിലായി, ക്രിസ്തുവാണെന്ന് മനസ്സിലായി, കർത്താവാണെന്ന് മനസ്സിലായി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സംശയിക്കും. ഇങ്ങനെ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ദൈവത്വം രസകരമായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ യേശു ദൈവമാണെന്ന് മനസ്സിലായവരാരൊക്കെയാണ്? ശിമയോന് മനസ്സിലായി, ഹന്ന എന്ന പ്രവാചിക്ക് മനസ്സിലായി, അന്ത്രയോസിന് മനസ്സിലായി. മറുരൂപമലയിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി. യായിറോസിൻ്റെ കുടുംബത്തിൽ ആ കൊച്ചിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നൊരു സീനുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെടും. കാരണം കയ്യിൽ പിടിക്കുന്ന സമയം യേശു യേശുവായിട്ടാണ്, മനുഷ്യനായിട്ട്. പക്ഷെ തലീത്ത കൂമി എന്ന് പറയുമ്പോൾ യേശു യേശു അല്ല. കാരണം ഈ കുഞ്ഞിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിൽ പോയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനെ അത് തുറക്കാൻ പറ്റും. പിടിക്കുമ്പം യേശുവ, പറയുമ്പം ക്രിസ്തുവ. അവന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ സമയത്ത് സമ്മേളിച്ച ആ സമയം മിന്നൽ പിണര് പോലെ അവന്റെ മഹത്വം ഇവര് കണ്ടെന്ന് യേശുവിന് മനസ്സിലായി. യേശു ദൈവമാണെന്ന് മനസ്സിലായ മുഴുവൻ സന്ദർഭങ്ങളും യേശു ഒരു കാര്യം പറഞ്ഞു, ഇതാരോടും പറയരുത്. യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതാരോടും, ഇവിടെ കണ്ടത് ആരോടും. ആ മലയിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ഇവന്റെ രൂപം ഭൂമിയിൽ ഒരലക്കുകാരന് മലക്ക് വിളിപ്പിക്കുവാൻ കഴിയാത്ത വെണ്മയായി മാറിയപ്പോഴും യേശു പറഞ്ഞു, ഇത് പ്രസിദ്ധമാക്കരുത്. അവന് എപ്പോഴാ പറയേണ്ടത്, എപ്പോഴാ പ്രസിദ്ധമാക്കേണ്ടത്? അതിനാണ് 23ാമത്തെ കൺവെൻഷൻ. മരിക്കുന്നത് വരെ യേശുവിൻ്റെ ദൈവത്വം ലോകത്തിൽ ആരും അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ മരണശേഷം ഞങ്ങൾ യേശുവിൻ്റെ മനുഷ്യത്വവും അവതരിപ്പിക്കുന്നില്ല. കേവലം അവൻ മനുഷ്യൻ മാത്രമല്ല, ഇന്നവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ മാത്രമല്ല, മരിച്ചവൻ മാത്രമല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണവൻ. മരിക്കുന്നത് വരെ നിങ്ങൾ യേശുവിനെ എന്ത് പറഞ്ഞാലും ഇന്ന് രാത്രി ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. അവൻ കല്ലറയിൽ ഒതുങ്ങിയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനായ ദൈവമാണവൻ. ഇനി വെളിപ്പെട്ടതാർക്കാ? പത്രോസിന് വെളിപ്പെട്ടു. അതൊക്കെ നല്ല രസമാകാൻ. ബെറയോനെ ശീമോനെ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവെത്ത നിനക്കിത് ദൈവമേ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും യേശു ദൈവമാണെന്നൊന്നും അറിയാൻ പറ്റില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അറിയാൻ പറ്റില്ല.
എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരഡ്രസ്സും പേരും ഊരും അറിയാൻ മേലാത്ത ദൈവങ്ങളുടെ മുമ്പിൽ കവിണ്ട് വീണ് കിടക്കുന്നു. അവരെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഈ പുള്ളി ഏതാന്ന് വെച്ചാൽ പക്ഷെ പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു പെന്തിക്കോസുകാരൻ, കണ്ടതിന് മുൻപിലൊന്നും അവൻ കവിണ്ണ് വീഴത്തില്ല. അവൻ അകത്തളത്തിൽ ഒരു ദർശനം കിട്ടിയ, ഒരു വെളിപ്പാട് കിട്ടിയതിന് മുൻപിൽ മാത്രമേ അവൻ കവിണ്ണ് വീഴുകയുള്ളൂ. ചെറുവക്കൽ 23ാമത്തെ കൺവെൻഷൻ ഇരിക്കുന്നവര് വെളിവുകേട് കിട്ടിയവരല്ല, ഒരു വെളിപ്പാട് കിട്ടിയവരാകയാൽ ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. പിന്നെ വെളിപ്പാട് കിട്ടിയവരെ വെളിവുകേടുള്ളവരെന്നേ നാട്ടുകാർ പറയുള്ളൂ. അതാ കുഴപ്പം. നമ്മുടെ മട്ടും മാതിരിയും കണ്ട അങ്ങനെ പറയാനും തോന്നും. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നു ഒരു ശമരിയ സ്ത്രീ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സ്ക്രൂ ഇളകിയതായിരിക്കും. എന്നിട്ട് യേശു ദൈവമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം പാവം പിടിച്ച പെങ്കൊച്ചല്ലേ, ആക്രിക്കടയെ കൊണ്ടു കൊടുത്താൽ ആ പാത്രത്തിന് 125 രൂപ കിട്ടുകയല്ലേ. ആ പാത്രം പോലും വേണ്ടെന്ന് വെച്ചു. അതൊന്നും വെളിവുകേടായി കണക്കാക്കാനൊക്കില്ല. അടുത്തതാണ് വെളിവുകേടായി നാട്ടുകാരെ കണ്ടത്. 40 വാട്ട്സിൻ്റെ സൗണ്ട് ഇല്ലാതെ, ശാലേ വോയിസിൻ്റെ സഹായമില്ലാതെ, ചെറുവക്കൽ കൺവെൻഷൻ്റെ ഇത്ര നീളമുള്ളൊരു സ്റ്റേജ് ഇല്ലാതെ പരസ്യമായി യേശു മരിച്ചിട്ടേ സുവിശേഷ പ്രസംഗം ആരംഭിക്കാവൂ എന്ന ഒരു അലിഖിതമല്ലാത്തൊരു നിയമം നിലവിലിരിക്കെ പച്ചയ്ക്ക് യേശു നിൽക്കുമ്പോൾ ആദ്യത്തെ പരസ്യയോഗം അവൾ ഒറ്റയ്ക്ക് ചെന്ന് ഒറ്റയ്ക്ക് നടത്തി. ശമരിയ സ്ത്രീയെ കണ്ടപ്പം നാട്ടുകാർ പറയുക, ഇവക്കെന്തോ വെളിവുകേട് കിട്ടിയിട്ടുണ്ട്. അവളോട് ചോദിച്ചു, കൊച്ചേ നിനക്ക് എന്നാ പറ്റി, എന്ത് വെളിവുകേടാ? അവളുടെ മറുപടി വെളിവുകേടായിരുന്നു. പക്ഷേ ഇപ്പോഴാണൊരു വെളിപ്പാട് കിട്ടിയത്. എന്നോട് സംസാരിച്ചു നിന്നവൻ മശിഹയാണെന്നുള്ള വെളിപ്പാട് കിട്ടിയതിന്റെ പ്രകടനമായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു വെളിവുകേട് കിട്ടിയവരല്ലോ, വെളിപ്പാട് കിട്ടിയവർക്കായി ദൈവത്തെ സ്തുതിക്കുകയോ. ഇന്നിപ്പോൾ കൺവെൻഷന് വരാൻ എന്തിനാ നാണിക്കണേ? ഒന്നാം താരം സ്റ്റേജ് ഇങ്ങോട്ട് നോക്കിക്കേ, സ്വർഗത്തിൽ 24 മൂപ്പന്മാരിരിക്കുന്ന പോലെ ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് അത് ഇവർ പുറകെ ഇരുത്തത് നന്നായി. കാരണം പുറകോട്ട് നോക്കണ്ടല്ലോ. പുറകോട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും പ്രസംഗിക്കാൻ കിട്ടുകയില്ല. ഇന്നിപ്പോൾ ചെറുവക്കൽ കൺവെൻഷൻ നാണിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ നാണിക്കണം? എവിടെ പോവാ ചെറുവക്കൽ കൺവെൻഷൻ? 100 കണക്കിന് 1000 ആളുകൾ കൂടുന്ന കൺവെൻഷൻ നാണിക്കണത്തിന്. പക്ഷേ അമ്പരചുംബിയായ ആലയങ്ങൾ വിട്ടിട്ട് 2.25 സെന്റിനകത്ത് ഒപ്പിച്ചെടുത്ത ഒരു തറയും, ചാണകം മെഴുകിയൊരു തറയും, തഴപ്പായും തമ്പീറും, 4 നെറ്റ് മാത്രം കെട്ടിപ്പൊക്കി ഓലയിട്ടൊരു ഹാളും, പന്നിക്കൂട എന്ന നാട്ടുകാർ വിളിച്ച പണ്ടത്തെ സഭാഹാളിൽ തറവാട് മറന്ന്, കുടുംബ കല്ലറകൾ മറന്ന്, അന്നത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ പണം കണ്ടുകൊണ്ട് പോയതല്ല. ഒരു വെളിപ്പാട്, ഒരു വെളിപ്പാട്, ഒരു വെളിപ്പാട് അകത്ത് ലഭിച്ചത് കൊണ്ട് ഈ വെളിപ്പാടിന്റെ പിൻതലമുറക്കാരായുവാൻ ദൈവം കൃപ നൽകിയല്ലോ. പ്രിയപ്പെട്ടവരെ, തുറന്നു പിടിച്ച പുസ്തകം അടച്ചു വെക്കാതെ തുടർന്ന് പ്രസംഗിക്കുവാൻ, നമ്മുടെ ആദരത്തിൽ സുവിശേഷത്തിന്റെ വാക്താക്കളായി മാറുവാൻ ദൈവം അഭിഷേകത്തിന്റെ കൃപ പകർന്നു നൽകിയ ഈ കൺവെൻഷനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയോ. ഈ യേശുവിന്റെ ദൈവത്വം അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഗ്രഹിച്ചിട്ടും ചില ആളുകൾ സംശയിച്ചു. നമ്മളെല്ലാം പെന്തിക്കോസ്തുകാരായതുകൊണ്ട് എനിക്ക് അത് പ്രസംഗിക്കാനാണ് ഇഷ്ടം. എന്തായി അറിഞ്ഞിട്ടും സംശയിച്ചത്? 3 കൂട്ടം ആളുകൾ യേശു ദൈവമാണെന്നറിഞ്ഞു, യേശു മാത്രമല്ല ക്രിസ്തുവാണെന്നറിഞ്ഞു, കർത്താവാണെന്നറിഞ്ഞു, എന്നിട്ടും സംശയിച്ചു. അപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ട്, ആരാടാ ഈ പുള്ളികൾ? നമ്മളൊക്കെ തന്നെയാണ്. 1, ഒരു നല്ലൊരു ഉപദേശിക്ക് സംശയം, യേശു തന്നെയാണോ ക്രിസ്തു? 2, യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കൊരു സംശയം, യേശു തന്നെയാണോ ക്രിസ്തു? എന്തിനേറെ അവൻ്റെ കൂടെ 3.5 കൊല്ലം ഉണ്ട് ഉറങ്ങിയ ശിഷ്യന്മാർക്ക് സംശയം, ഇത് തന്നെയാണോ ക്രിസ്തു? അത് 3ഉം 1 പറഞ്ഞേച്ചും 1 മണിക്കൂർ 15 മിനിറ്റ് എനിക്ക് പ്രസംഗം തന്നിട്ടുണ്ട്. ഞാൻ 8:10 തുടങ്ങി,
50-10 നിർത്തും, 5 മിനിറ്റ് നേരത്തെ നിർത്തും. സ്വത്രം, പ്രൈസ് ദി ലോർഡ്. ഏതാണ് ഈ ഒന്നാമത്തെ ഗ്രൂപ്പ്? ഒരു ഉപദേശിക്ക് സംശയം എന്ന് പറഞ്ഞാൽ വേറെ ഉപദേശിയൊന്നുമല്ല, യേശുവിനെ മുക്കി പൊക്കിയെടുത്തൊരു ഉപദേശിയുണ്ടല്ലോ, സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിനൊരു സംശയം, അല്ല ഈ യേശു തന്നെയാണോ ക്രിസ്തു? ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. മതി, ഞാനത് വിശദീകരിക്കാം. യോഹന്നാൻ തടവിലായപ്പോൾ യോഹന്നാൻ അങ്ങനെ വലിയ പ്രയാസമൊന്നും തോന്നിക്കാണൂല. കാരണം ആര് വരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ച് കാണും, യേശു വരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ച് കാണും. കാരണം യേശുവിനെ സ്നാനപ്പെടുത്തിയ ആളല്ലയോ. യേശുവിൻ്റെ പ്രസംഗം തന്നെ എന്താണ്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും ഞാൻ വന്നിരിക്കുന്നു. അപ്പം ഞാനിപ്പം ബദ്ധനായി കിടക്കുകയാണെങ്കിൽ ആര് വരും? യേശു വരും. അതുകൊണ്ട് എൻ്റെ ഭാവനയിൽ 1-ാമത്തെ ദിവസം പുള്ളി പാടിയ പാട്ട് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ എന്നുള്ള പാട്ടായിരിക്കും. പക്ഷേ ഇന്ധനം തീർന്നതല്ലാതെ ബന്ധനം അഴിഞ്ഞില്ല. 2-ാം ദിവസം പാട്ടിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, പിടിച്ചു നിൽക്കാനുള്ള ശക്തി അരുൾക നാഥനെ. യേശു വന്നില്ല. ഉടനെ സംശയമായി. ഒരു കാര്യം ചെയ്യുക ശിഷ്യന്മാരെ, നിങ്ങൾ പോയിട്ട് ഒന്ന് അറിഞ്ഞുകൊണ്ട് വാ, വരുവാനുള്ളവൻ 16 പ്രവചന ഗ്രന്ഥങ്ങളിൽ 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ 16 പ്രവാചകന്മാർ എഴുതിയ യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹ ഇവൻ തന്നെയാണോ എന്നൊന്ന് ചോദിച്ചുവാ. അപ്പൊ ഇത്ര നാളും എന്തുവാ പ്രസംഗിച്ചത്? എന്റെ പിന്നാലെ ഒരുവൻ, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞൊന്ന് അഴിപ്പാൻ ഞാൻ, വീശുമുറം അവന്റെ കയ്യിൽ, അവൻ പതിർക്കെടാത്ത തീയിൽ. ഇതൊക്കെ പ്രസംഗിച്ചു. തന്റെ ജീവിതത്തിൽ ഉദ്ദേശിച്ച സമയത്ത് ഒരു ഭൗതിക വിടുതൽ ഇല്ലാതെ വന്നപ്പോൾ യേശുവിന്റെ ദൈവത്വത്തെയാണ് സംശയിച്ചത്. കറതീർന്നൊരു സുവിശേഷം പറയണമെന്ന് ആത്മാർത്ഥതയുള്ളത് കൊണ്ട് പറയുകയാണ്. ലോകത്തിൽ ഒരു വിടുതൽ നിനക്കുണ്ടായില്ലേലും ശരിയായ വിടുതൽ നിന്റെ ആത്മാവിനെ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്ന വിടുതലാണ് യേശു ലോകത്തിൽ വന്നതുകൊണ്ട് പ്രഥമമായി ലഭിക്കുന്നത്. മറ്റുള്ളതെല്ലാം 2-ാമത്തെ കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ യേശുവിന്റെ മറുപടി അത്ര ഗംഭീരമായി. യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ യോഹന്നാന്റെ ആൾക്കാരാണ്, വരുവാനുള്ളവൻ നീയോ, ഉത്തരം ചെന്ന് പറയണം. യേശു പറയാ, നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതവിടെ ചെന്ന് പറഞ്ഞാൽ മതി. 5 മിനിറ്റ് പുള്ളി ധ്യാനിക്കുമ്പം കാര്യം പിടി കിട്ടും, പിന്നെ മിണ്ടുകയെന്ന് പറയും. ഇപ്പം നമ്മൾ ഈ ധ്യാനിക്കാത്തതാ പ്രശ്നം, വചനം പഠിക്കാത്തതാ പ്രശ്നം. അങ്ങനെ അവിടെ ചെന്ന് വെച്ച് പറഞ്ഞു, എന്താണ് അവിടെ നിങ്ങൾ കണ്ടത്? കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. കൊള്ളാം. എന്താണ് നിങ്ങൾ അവിടെ കേട്ടത്? ഒരു പ്രസംഗം. എന്തായിരുന്നു വിഷയം? അങ്ങനെ ഈ യോഹന്നാൻ പ്രസംഗിച്ചാൽ, യേശു പ്രസംഗിച്ചാൽ, അത്യാവശ്യം വചനം അറിയാവുന്നവര് പ്രസംഗിച്ചാൽ ഒരു വിഷയം കാണും. ചിലര് പ്രസംഗിച്ചാൽ ഒരു വിഷയവും കാണുകയില്ല. അത് ഞങ്ങൾക്ക് വലിയ പരാതിയൊന്നുമില്ല, പക്ഷെ പോകാൻ നേരത്തൊരു വിഷയം ഉണ്ടാക്കിച്ച് പോകരുത്, അത്രേ ഉള്ളൂ. ഒരു വിഷയം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പോകാൻ നേരത്തെ എന്തരുത്, ഉള്ളത് കലക്കിച്ച് പോകരുത്. അപ്പൊ അവര് പറഞ്ഞു, അവിടെ ഒരു വിഷയം ഞങ്ങൾ കേട്ടു. എന്നതാ വിഷയം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. യോഹന്നാൻ പറഞ്ഞു, അത് ഞാൻ പ്രസംഗിച്ച വിഷയം. നിങ്ങൾ യേശു പ്രസംഗിച്ച വിഷയം പറ. യേശു പ്രസംഗിച്ച അതാണ്, അത് ഞാൻ പ്രസംഗിച്ച വിഷയം. നിങ്ങൾ യേശു പ്രസംഗിച്ച അതാണോ? അതാണോ? ആ കാരാഗ്രഹത്തിൽ ഒരു 5 മിനിറ്റ് ധ്യാനിച്ചപ്പം മനസ്സിലായി എൻ്റെ ശുശ്രൂഷ തീർന്നെന്ന്.
ഞാനിനി പുറത്തിറങ്ങുകയില്ലെന്ന് പുള്ളിക്ക് പിടികിട്ടി. പുള്ളി വിചാരിച്ചോണ്ടിരുന്നത് എന്നാന്നറിയാം, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മാനസാന്തര പ്രസംഗമാണ്. ഞാനിങ്ങനെ മാനസാന്തരം പ്രസംഗിച്ചിട്ടാണ് അകത്ത് കയറി കിടക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് പ്രസംഗിക്കുന്നത്. പിന്നെ അകത്ത് കയറാതിരിക്കുമോ? അപ്പം ഞാനിങ്ങനെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ആരും മാനസാന്തരം പ്രസംഗിക്കും? അതുകൊണ്ട് യേശുവേ, നീ എന്നെ ഒന്ന് കെട്ടഴിച്ച് വിട്ടാൽ ഞാൻ മാനസാന്തരം പ്രസംഗിച്ചോളാം. ഇതായിരിക്കും ആശയം. യേശു പറഞ്ഞു, അതേ, ഈ 400 മീറ്റർ റിലേ ഓട്ടത്തിൽ 3-ാമത്തെ ലാപ്പിൽ ഓടി വരുന്ന കുട്ടിയുടെ ക്ഷീണം കണ്ടപ്പോൾ 4-ാമത്തെ ലാപ്പിൽ ഓടാൻ നിൽക്കുന്ന കുട്ടി ഒരു 10 അടി മുന്നോട്ട് കയറി ആ ബാറ്റൺ പിടിച്ചു കുതിച്ചു പാഞ്ഞ് 1-ാം സ്ഥാനത്തെത്തുന്ന പോലെ നിന്റെ ക്ഷീണം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് അങ്ങേയറ്റം എത്തത്തില്ലെന്ന്. ഒരു 10 അടി ഞാൻ പിറകോട്ട് മാറി. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു പ്രഭാഷണം ആരംഭിച്ചു. ഒന്നുകൂടെ വ്യക്തമാക്കാം, പ്രസംഗിക്കുന്നവനെ തടവിലാക്കാം, അവൻ പ്രസംഗിച്ച പ്രസംഗത്തെ തടവിലാക്കാൻ ഒക്കുകയില്ല. ചെറുവക്കൽ കൺവെൻഷൻ നടത്തുന്ന ജോൺസൺ ദാനിയേൽ സാറും ലിസി ആന്റിയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോകും. പക്ഷേ ചെറുവക്കൽ കൺവെൻഷൻ ഒരിക്കലും മരിക്കുകയില്ല. ഇവിടെ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗകരും മരിക്കും, പക്ഷെ ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗം മരിക്കുകയില്ല. ഷാലേൻ ഗോസ്പൽ വോയിസിന്റെ 18 വർഷം കഴിഞ്ഞ് 25-40 അവരും മരിക്കും. ഞങ്ങൾ പാടിയ പാട്ടൊരിക്കലും മരിക്കുകയില്ല. ചെറുവക്കൽ കർത്താവിന്റെ വേല ചെയ്ത ഈ ദൈവദാസന്മാരെല്ലാം മരിക്കും. ഞങ്ങൾ പറഞ്ഞ സുവിശേഷം മരിക്കുകയില്ല. ഈ പന്തലിൽ കണ്ണുനീരൊടുക്കിയവരൊക്കെ മരിക്കും. ഞങ്ങളുടെ കണ്ണുനീരും മരിക്കുകയില്ല. മരിക്കാത്ത വചനം പ്രസംഗിക്കുവാൻ, മരിക്കാത്ത പ്രസംഗം നടത്തുവാൻ, മരിക്കാത്ത പാട്ടുപാടുവാൻ കൃപ നൽകപ്പെട്ടതിനായി ദൈവത്തെ സ്തുതിക്കുകയാ. ഏതെങ്കിലും ഒരു തലമുറ കൊണ്ട് ഒടുങ്ങിപ്പോകുന്ന മാർഗമായിരുന്നു ഇതെങ്കിൽ ഒറ്റ പ്രസംഗം കൊണ്ട് താലത്തിൽ വന്നപ്പോഴേ ഈ പ്രഭാഷണം അവിടെ അവസാനിപ്പിച്ചേനെ. കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർക്കാൻ, റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർക്കാൻ, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, ഈ ന്യായപ്രമാണ ബന്ധനത്തെ തകർക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ഏത് പാതാള ഗോപുരത്തിന്റെ നടുവിലും എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. അതിന്റെ വാക്താക്കളാണ് ഞങ്ങൾ. യോഹന്നാന് മനസ്സിലായി എന്തോന്ന്, ഈ രോഗം മാറുന്നതും ഈ തടവ് വിടുവിക്കപ്പെടുന്ന ഒന്നും അല്ല വിടുതലെന്ന് മനസ്സിലായി. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സത്യം? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ തന്നാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ആ ഇല്ലെങ്കിലും എന്ന് പറയുമ്പോഴാണ് വിടുതൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ധന്മാരായ സുവിശേഷ വേലക്കാർ ഞങ്ങളുടെ നടുവിലുണ്ട്. ഡെഫ് ആൻഡ് ഡംബ്, ചെവി കേൾക്കത്തില്ലാത്ത, സംസാരിക്കില്ലാത്ത ആളുകൾ ഞങ്ങളുടെ നടുവിലുണ്ട്. എത്രയോ മുടന്നുള്ളവര്, എത്രയോ അംഗഹീനരായ ആളുകൾ. അവരൊക്കെ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യം എന്നാണെന്നറിയാമോ? ലെബാനോൻ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന മരം വെട്ടിയെടുത്ത് ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലം വഴിയായി യാഫോക്കിന്റെ കടവിലെത്തുമ്പോൾ അവിടെയാണ് കെട്ടഴിപ്പിച്ച് തരുന്നത്. അവിടെയാണ് ശലോമോൻ ഏറ്റുവാങ്ങുന്നത്. ഈ ലോകമാകുന്ന വനാന്തര ിന്റെ കടവിലല്ല, ശുഭ തുറമുഖത്ത് ഞങ്ങൾക്കൊരുത്തൻ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ ആരാണെന്നറിയാമോ? ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അന്നാണ് ഞങ്ങളുടെ കെട്ടൊക്കെ പൂട്ടുന്നത്. അതുവരെ ഏത് കെട്ട് പൂട്ടിയില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിത്യതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. യോഹന്നാനത് മനസ്സിലായി, പിന്നെ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഗർജിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, വലവീശുവാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, വാളെടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, ഈ വേല ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് പകരമായി അവൻ ആളെ കൊണ്ടുവരുമെന്നുള്ള കാര്യം മറക്കണ്ട. യോഹന്നാൻ യാത്രയായി, അവന്റെ സംശയവും മാറി. പ്രൈസ് ദി ലോർഡ്. അവന്റെ സംശയം മാറി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണെന്നറിയാമോ? യേശുവിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നവർക്കൊരു സംശയം. എങ്ങനെ? ഒത്തിരി പ്രസംഗം കേട്ടാൽ പിന്നെ സംശയം ഉണ്ടാവും.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്യം. ശലോമോന്റെ മണ്ഡപത്തിൽ യേശു അങ്ങോട്ട് നടക്കുന്നു, ആളുകൾ അങ്ങോട്ട് നടക്കുന്നു. യേശു ഇങ്ങോട്ട് നടക്കുന്നു, ആളുകൾ ഇങ്ങോട്ട് നടക്കുന്നു. അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്. അങ്ങോട്ട് നടക്കുമ്പം അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കുമ്പം ഇങ്ങോട്ട് നടക്കും. എവിടെയാണ് ഉണർവ് നോക്കി നടക്കുക? ഈ ചത്തവൻ എവിടെ പോയി എവിടെ ഉള്ള ഉണർവും കൂടെ അവരുടെ ഇടയിലുള്ള ഉണർവും കൂടെ പോകും. അത്രയോ. നീ ഇരിക്കുന്നിടത്ത് ഉണർവുണ്ടാക്കാൻ നോക്കാദ്യം. പ്രൈസ്. ഈ നടപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അവരിടയ്ക്ക് നിർത്തിച്ചു, എക്സ്ക്യൂസ് മീ. യേശു നിന്നു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. അതിന് ഞാൻ വല്ലതും പറഞ്ഞോ നിങ്ങളെ ആശിക്കാൻ? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായിട്ടൊന്ന് പറയാമോ? അതെന്താണ് അവൻ അങ്ങനെ ചോദിക്കാൻ കാരണം? പല കാരണങ്ങൾ കണ്ടേക്കാം. ഒന്നാമത്തെ കാരണം, ചില നേരത്ത് നോക്കുമ്പം ഇവൻ യേശുവാ, ചില നേരത്ത് നോക്കുമ്പം അവൻ ക്രിസ്തുവാ. അപ്പൊ ഈ യേശുവിനെ യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ യോഗത്തിന് പോകാൻ കുഴപ്പമില്ല. പക്ഷെ യേശുവിനെ ക്രിസ്തു എന്നാരെങ്കിലും പറഞ്ഞാൽ അന്ന് അവനെ പള്ളിയിൽ നിന്ന് പേര് കിട്ടും, അവനെ പള്ളിയിൽ നിന്ന് പ്രശ്നമാക്കുന്ന. അപ്പൊ ഇവർക്ക് ഈ യേശുവിന്റെ ദൈവത്വം ചില നേരത്ത് കാണുമ്പം എന്നാ ഇവന്റെ പുറകെ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ചില നേരത്ത് അവൻ യേശുവാ. അപ്പൊ ഇവർ ചോദിക്കുന്നത്, ഈ ക്രിസ്തു ആണോ? ആണെങ്കിൽ ഒന്ന് തെളിച്ചങ്ങ് പറ. അങ്ങനെയാണെങ്കിൽ വെട്ടുന്നതിന് മുമ്പ് ഇട്ടേച്ച് പോരായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അല്ല, ഇവിടെ വെളിപ്പെട്ടിട്ടും ഇട്ടേച്ച് പോരാത്തവരുണ്ട്. അപ്പോ ഇവർ എന്നെ ചില നേരത്തെ യേശു, ഈ ശാമരിയ സ്ത്രീയോട് യേശു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? അപ്പൊ ആ രംഗം കണ്ടാൽ എന്ത് തോന്നും? എൻ്റെ പൊന്നെ, ഇവനെ യേശുവാണ്. ആര് പറഞ്ഞു ഇവൻ ദൈവമാണ്? ഒരു സാധാരണ പെങ്കൊച്ചിനോട്, അതും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളോട് കുടിക്കാനും വെള്ളം ചോദിച്ചു നിൽക്കുന്ന ആ നിപ്പ് കണ്ടാൽ ആരും പറയും ഇവൻ ആരാണ്? യേശുവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം യേശു ദൈവമാകുന്ന ശൈലി കണ്ടോ? ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ ദാഹിക്കും. നീ പോയി കെട്ടോനെ വിളിച്ചുകൊണ്ട് പോവാ, പിന്നെ ഒരു നാളും ദാഹിക്കാത്ത ജീവന്റെ ജലം തരാമെന്ന് പറയുമ്പോ അവൻ യേശുവല്ല, ക്രിസ്തുവാണവൻ. കതിർ പറിച്ച് തിന്നുകൊണ്ട് ശിഷ്യന്മാർ പോകുന്ന പോക്ക് കണ്ടാൽ നാട്ടുകാർ പറയും അവൻ യേശുവാണ്, അവൻ ദൈവമൊന്നുമല്ലെന്ന്. പക്ഷെ 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000 നൽകി സ്വർഗത്തിന്റെ കമനീയമായ കവാടം തുറന്നിട്ട് യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് യേശുവല്ല, ഇവൻ ക്രിസ്തുവാ. പടകിൽ കയറി കൂർക്കം വലിച്ച്, അറിയില്ല ഒരു ഭാഷ പറഞ്ഞതേ ഉള്ളൂ, താമരത്ത് തലയണ വെച്ച് ഉറങ്ങി. ഉറക്കം കണ്ടപ്പോഴേ അവർ പറഞ്ഞു, നമ്മൾ വിചാരിച്ചു ജീവൻ ദൈവമാണ്. ദൈവമൊന്നുമല്ല, യേശുവാണ്. ദൈവം ഉറങ്ങുമോ? ഇസ്രായേലിന്റെ പരിപാലകൻ യേശുവാണ്. പക്ഷെ കടലങ്ങോട്ട് ഇളകി തമ്പുരാന്റെ തലയ്ക്ക് വില പറയുവാൻ ആർച്ച മോഡലിൽ തിരമാല പൊങ്ങിയപ്പം ചുമ്മാ മനുഷ്യനോട് വർത്തമാനം പറയുന്നില്ല. എന്തിട്ടാണ് ഞാൻ അക്കരെ വരെ ഒന്ന് പോയിട്ട് വരുന്നതിന് ഈ കിടന്ന് ബഹളം അമ്മത്തൊട്ടില്ലാട്ടുന്ന പോലെ ഒരു താരാട്ട് പാട്ട് പാടി നിങ്ങൾക്കെന്നെ ഉറക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന യേശുവിന്റെ സംഭാഷണം കണ്ടപ്പം അടിയിളകമാർ അലകൾ ഇളക്കി ആഞ്ഞാഞ്ഞടിച്ച പ്രചണ്ഡവാതകം അമർന്നു കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ അവര് പറഞ്ഞു, പൊന്നേ, ഇവൻ യേശുവല്ലോ, ഇവൻ ദൈവമാ. എന്റെ കുഞ്ഞെ, ചിലപ്പോഴൊക്കെ നിനക്ക് യേശുവിനെ യേശുവായി തോന്നുമെങ്കിലും നിഷേധിക്കാനാകാത്തൊരു സത്യം നിന്റെ അകത്ത് കിടക്കുന്നുണ്ടോ? അവൻ ദൈവമാണെന്ന് വല്ലപ്പോഴുമെങ്കിലും മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ പുറത്താണെങ്കിലും ഈ യോഗം നീ കേട്ടുകൊണ്ടിരിക്കുന്നത്.
യേശുവിനെ നിഷേധിക്കുവാൻ കഴിയാത്തൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ വിചാരിച്ചോ, യേശുവിന്റെ ദൈവത്വം നിന്നെ സ്പർശിച്ചു കഴിഞ്ഞു. ഈ നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നീ ദൈവരാജ്യത്തിനുള്ളവനാണ്. ഒന്ന് പറയാമോ, യേശുവെ നീ കർത്താവാണെന്ന് പറയാമോ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവല്ലേ? യേശു ക്രിസ്തുവല്ലേ? ദൈവമല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? യേശു ദൈവമല്ലേ? അതെ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ കുഴപ്പം? ഒത്തിരി ആളുകളെ ബുദ്ധിമുട്ടിക്കണോ? യേശുവെ നീ ദൈവമല്ലേ? അതെ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ എളുപ്പം. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ പറയാത്തതിൻ്റെ കാരണം എന്നാ? ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കാണുന്ന ആളുകളോട് അവറാച്ച എന്തോ ഞാൻ ദൈവമാട്ടോ എന്ന് പറയേണ്ട ഗതികെട്ടൊരു ദൈവമല്ല ഞങ്ങളുടെ ദൈവം. അതാ നിന്റെ എല്ലാം പുറകെ നടന്നു ഞാൻ ദൈവമാട്ടോ അങ്ങനെയൊന്നും പറയുന്ന ഒരു ഗതികേടിന്റെ ദൈവമല്ലവൻ. അപ്പൊ പിന്നെ ആര് പറയും? അതോ ഇപ്പോ ഒരു 10 പേരിങ്ങ് കയറി വന്നിട്ട് യേശു ദൈവമല്ല എന്നും പറഞ്ഞു കയറി വന്നാൽ, യേശുവിന് വേണമെങ്കിൽ ഇടിമുഴക്ക തന്നെ മറവിൽ നിന്നുകൊണ്ട് വനത്തെ തോലുരിപ്പിക്കുന്ന ശബ്ദത്തോടെ ഈ പന്തലിന്റെ പടതായും കീറി ഇറങ്ങി വന്നേച്ച് വേണമെങ്കിൽ പറയാം, അല്ലോ ഒന്ന് നിൽക്കണേ, ഞാനാണ് ദൈവം, ഞാനാകുന്നു. അങ്ങനെ പറഞ്ഞ് എന്തോ സംഭവിക്കും? വന്നവൻ തിരിച്ചു പോവില്ല. അതന്നെ കാര്യം. അതാ ഈ പറയാത്തതിൻ്റെ കാര്യം. ഗതസമനയിൽ വന്നേച്ച് ചോദിച്ചു ആളുകൾ, നീയാണോ ഈ ക്രിസ്തു എന്ന് പറയുന്നയാള്? യേശു വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ആകുന്നു. അവസാനത്തെ കുത്തു വീഴുന്നതിന് മുമ്പേ ഇവൻ കുത്തുവാളെടുത്ത്. അതന്നെ ഈ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും താഴെ വീണ കാര്യം അത് യഹോവയുടെ പേരാ. ഞാനാകുന്നു. ആ പേരങ്ങ് പറഞ്ഞു കേട്ടതും ആയുധമുള്ളവൻ താഴെ വീണെന്നു. അപ്പൊ ഈ നാട്ടുകാരോടൊക്കെ ദൈവത്തിന്റെ ദൈവത്വം നിഷേധിക്കുന്നവരോട് യേശു പറയാത്തതിന്റെ കാരണം നീ റേഷൻ മേടിച്ച് പൊക്കോട്ടെ എന്ന് കരുതിയാണ്. അറിയാമോ? അപ്പൊ ഇപ്പൊ 10 വന്നാൽ ആര് പറയും യേശു ദൈവമാണെന്ന്? യേശു പറയല. പിന്നെ ആര് പറയും? ചെറുവക്കം വേണ്ട. പച്ച മലയാളത്തിൽ പഴയ ഭാഷ പറഞ്ഞാൽ സത്യത്തിന് വേണ്ട, താങ്ങുവേണ്ട. ആരും കാണാത്ത അർദ്ധരാത്രിയിൽ നിങ്ങൾ പിടിച്ചു കിട്ടി ക്രൂശിച്ചു കൊന്ന് കുഴിക്കകത്ത് വെച്ചാൽ സത്യമാണെങ്കിൽ കുഴിക്കകത്ത് വെച്ചവൻ പോലും അറിയാതെ 3-ാം ദിവസം സത്യം പുറത്തു വരും. ഇതാണ് സത്യം. ഇതിനെ ആർക്കും പിടിച്ചടക്കാൻ കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തെ ആർക്കും പിടിച്ചടക്കാൻ കഴിയത്തില്ലെന്ന്. ഇതൊക്കെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ അതൊരു വാക്ക് പ്രാർത്ഥിക്കുക, ദൈവമേ നീ ദൈവമാണെങ്കിൽ അത് എൻ്റെ ഈ മസ്തിഷ്കത്തിനകത്തോ ഈ മനസ്സിനകത്തോ ഒന്ന് വെളിപ്പെടുത്തി തരണമേ. ഈ വെളിപ്പാട് കിട്ടിയവരൊന്നും കഴഞ്ച് പിന്മാറില്ല മക്കളെ. Praise the Lord. 3-ാമത്തെ പാർട്ടി, ഉപദേശിക്ക് സംശയം യേശു ദൈവമാണോ? അത് സ്ഥിരീകരിച്ചു. പ്രസംഗം കേട്ടവർക്ക് യേശു സ്ഥിരീകരിച്ചു. ഇനി ശിഷ്യന്മാരുടെ കാര്യം. മർക്കോസ് 4-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവൻ ആരാന്ന്. 13 കൊല്ലമായി. എൻ്റെ കാര്യം എന്നാ? ഈ കാറ്റും കടലും കൂടെ അനുസരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവൻ ഒന്ന് ചിന്തിച്ചു നോക്കണേ. യേശു സന്ധ്യയായപ്പം ഈ ശിഷ്യന്മാരെയും കൊണ്ട് അക്കരയ്ക്ക് പോകും. വളരെ നല്ല ഒരു ഭാഗമാണ്. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കയറിയിരുന്ന പാടെ യേശു എന്ത് ചെയ്തു? അമരത്ത് ഉറങ്ങി. യേശു ഉറങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം, യേശുവിനെ ഇവർ ഉറക്കിയതാണ്. 12 പേരുടെ
നടുക്കിരുന്ന് ഒരാൾ മറ്റോ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 1000 പേര് നടുക്കിരുന്ന് ഉറങ്ങും. ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എന്ന് ഉറങ്ങിയ കൊച്ചു പോലും വിളിച്ചു പറയുകയും ചെയ്യും. പക്ഷെ 12 പേരിയ്ക്കുന്നതിൻ്റെ നടുക്ക്, അതും കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന സ്ഥലത്ത് യേശു ഇരുന്ന് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് സന്ധ്യ ആയപ്പോഴേക്ക് അതെന്നാ ഉറക്കാണ്? അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ ഒരു ആശയമാണ്. ശിഷ്യന്മാർ അവനെ ഉറക്കി. അതെങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ 12 പടകിൽ കയറിയപ്പോഴേ ജോഡി തിരിഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. 2 പേര്, ഈ 6, 12. അപ്പം യോഹന്നാൻ എവിടെ പോയിരുന്ന് കാണും? പത്രോസിൻ്റെ അടുക്കൽ. ഫിലിപ്പോസ് എവിടെ പോയിരുന്ന് കാണും? യൂദായുടെ അടുക്കൽ. അങ്ങനെ ഈ മനസ്സുകൊണ്ട് യോജിച്ചവരുടെ അടുത്താണ് ആളുകൾ പോയിരിക്കുകയുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന എവിടാണെന്ന് നോക്കിച്ചാൽ മതി. അതാ എല്ലായിടത്തും കൺവെൻഷൻ വെക്കുമ്പോൾ പറയും മുന്നോട്ട് കയറിയിരിക്കണം, മുന്നോട്ട് കയറിയിരിക്കണം. ജോൺസൺ ഡാനിയൽ സാർ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ആളായതുകൊണ്ട് വരുന്നവർക്ക് മാത്രമേ കസേര ഇട്ട് കൊടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രക്ഷേപണം ഇവിടെ വേണ്ടി വന്നില്ല. അവരെണ്ണം കയറിയിരിക്കുകയില്ല. ആ കസേരയുമായിട്ട് വന്ന് കയറിയിരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കുമായിരിക്കും. കാരണം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല ആരും. പിന്നെ നമ്മുടെ മനോഭാവം അറിയാമല്ലോ, അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാളെ മുതൽ ആരും മുമ്പിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒക്കെ മുമ്പിൽ കയറിയിരിക്കും. ഇപ്പൊ എന്തിനാ ഈ അവരവർക്ക് പറ്റുന്ന ആളുകളുടെ അടുത്ത് പോയിരിക്കുന്നത്? അല്ല, ഇടയ്ക്കൊന്ന് തോണ്ടണമെന്ന് വെച്ചാൽ, ഒരു ജോക്കൊക്കെ പറയുമ്പോൾ ഒന്ന് ചിരിക്കണമെന്ന് വെച്ചാൽ, പോകാൻ നേരത്ത് ഞാൻ പോവാട്ടോ എന്ന് പറയാൻ അതിനടുത്തിരിക്കുന്ന ഒരു പരിചയമില്ലാത്ത ആളെ തോണ്ടാൻ പറ്റുമോ? വിവരറിയും. അപ്പൊ പത്രോസ് എന്ന് യോഹന്നാന്റെ അടുത്തിരുന്നു. യേശു ഇങ്ങനെ അവരുടെ മുഖത്തോട്ട് നോക്കി. പത്രോസ് പറയാ, യോഹന്നാനെ എന്തോ ആ 5 അപ്പം എടുത്ത് ഇങ്ങനെ ഉയർത്തി അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടണ അപ്പം മുഴുവൻ വിളമ്പുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഈ അമ്മായിമ്മയ്ക്കൊക്കെ ആരപ്പം തരും? അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ യോഹന്നാനെ അപ്പം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യേശു സത്യം പറഞ്ഞാൽ ഒരു മുതുകാടിനെ വെല്ലും. അപ്പോൾ പണ്ട് സൺഡേ സ്കൂളിലെ കൊച്ചു പറഞ്ഞ പോലെ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ ഞാൻ അതല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലും ആട്ടെ, ഈ കൊട്ട എവിടെ നിന്ന് വന്നു? കൊട്ട എവിടെ നിന്ന് വന്നു? അവൻ പിന്നെ സാമ്രാജ്യത്തെയും കടത്തി വിട്ടു. അപ്പം ഇവിടുത്തെ മജീഷ്യന്മാരും ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തി പത്രോസും യോഹന്നാനും സംസാരിക്കുന്നതുകൊണ്ട് യേശുവിന് ഒരു കാര്യം മനസ്സിലായി. അവർക്ക് തമ്മിൽ എന്തൊക്കെയോ പറയാനുണ്ട്, എന്നോടൊന്നും പറയാനില്ല. അപ്പോഴാണ് യൂദയും ഫിലിപ്പോസും പറയാതിരിക്കുക ഭേദം. ഫിലിപ്പോസിന്റെ കയ്യിലാണ് ഈ കാൽക്കുലേറ്റർ. 5 അപ്പം 2 മീൻ 200 പേർ. പണം തികയുമോ? തികയില്ല. പുള്ളിക്ക് എപ്പോഴും കണക്കാ. വരുവുക ചെലവുക ഇല്ലക. അതാ എപ്പോഴും പുള്ളിക്ക് നിന്ന് ഇല്ലകായ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് തോന്നുന്നു ഈ കൺവെൻഷനൊക്കെ നടത്തുന്ന ജോൺസൺ ഡാനിയൽ സാറ് അമേരിക്കയിലൊക്കെ പോകുന്ന ആളല്ലേ, ലിസിയാൻറ്റിക്ക് അവിടുത്തെ കാശ് ഒഴുക്കിയിട്ടാണെന്ന്. ഇതൊന്നും കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടിയിട്ട് നടത്തുന്ന യോഗമല്ല. അങ്ങനെ വരവുകായും ചിലവുകായും നോക്കിയല്ല യോഗം നടക്കുന്നത്. ക്രിസ്തീയ മാർഗത്തിന്റെ സവിശേഷത കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. ഇനി യൂദയുടെ കാര്യം ഞാൻ പറയണോ? നാട്ടുകാരിടും അവനെടുത്തുകൊണ്ടു, അവര് തമ്മിൽ അടുത്തിരിക്കുക. 6 ജോഡിയും വർത്തമാനത്തോട് വർത്തമാനം. പക്ഷെ ആരോട് പറയുന്നില്ല? ദൂത്. യേശുവിനെ പടകിൽ കയറ്റിയ ഒത്തിരി ആളുകളുണ്ട്. യേശുവിനെ കട്ടളക്കാലിൻ്റെ ഉത്തരത്തിൻ്റെ മേൽ പിടിപ്പിച്ചു വെച്ച ആളുകളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ വീട്ടിൽ കയറ്റിയത് കൊണ്ടോ നീ പെന്തക്കോസിനകത്ത് വന്നോണ്ടോ ഒന്നും കാര്യമായില്ല പ്രിയപ്പെട്ടവരെ. യേശുവിനെ ഉറക്കാതിരിക്കാനുള്ള ഒരു ജീവിതവും കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. 2-3 മണിക്കൂർ മറ്റ് പലതും കണ്ടിരിക്കാൻ അറിയാം. ഒരു ദിവസം ഒരു വീട്ടിൽ 24 മണിക്കൂർ താമസിക്കുന്ന നിങ്ങൾ എത്ര മിനിറ്റ് കർത്താവിനോട് സംസാരിക്കാറുണ്ട്? BSNലും സ്റ്റുഡൻസ് സവിതയും 10 പൈസ പ്രീ പ്ലാനും ഒക്കെ ആയിട്ട് ചെറുപ്പക്കാര് പിള്ളേര് വരെ ചെവി ചൂടാകുന്നവരെ. കളരി നിർമ്മാണിക്ക് ഇപ്പൊ ഭയങ്കര ചിലവാ. കാരണം എല്ലാത്തിനും കടുത്തിരിക്കുന്ന ഇങ്ങനെ
വണ്ടി ഓടിക്കുന്നവന്റെ, അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവന്റെ എല്ലാം കഴുത്തിങ്ങനെ വയ്ക്കുന്നത്, ഹലോ ഹലോ, ബാത്റൂമിൽ വരെ ഹലോ. അപ്പോൾ ചെവി ചൂടാകുന്നവരെ സംസാരിക്കുന്നറിയാം. പക്ഷേ ജന്മം തന്ന ദൈവത്തോട് ഹൃദയം ചൂടാകുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കാൻ നീ പഠിച്ചില്ലെങ്കിൽ നിന്റെ പടകിന് ആട്ടം വരും, നിന്റെ പടകിന് മുന്നോട്ട് പോകാനൊക്കത്തില്ലെന്നായി പറഞ്ഞത്. അങ്ങനെ നോക്കി നിൽക്കുമ്പം പടകാടി. ഇവര് 12 കൂടെയൊക്കെ പലതും നോക്കിയെങ്കിലും കാര്യം നടന്നില്ല. തലയ്ക്ക് മീതെ വില പറഞ്ഞു വെള്ളം പൊങ്ങിയപ്പം പരിശുദ്ധാത്മാവ് ഇടപെട്ടിച്ച് പറഞ്ഞു, ഇത് പങ്കായം കൊണ്ട് മറികടക്കാവുന്ന കരുത്തല്ല മക്കളെ. ഉറക്കിയതിന് ക്ഷമാപണം നടത്ത ഉടനെ വിളിച്ചോളാൻ പറഞ്ഞു. ആ വിളിയൊന്ന് കേട്ടോ, ഗുരു ഗുരു. ശരിക്കും അവിടെ ട്രാൻസ്ലേഷൻ വരേണ്ടത് കർത്താവേ. ഗുരു എന്ന് പറഞ്ഞ കർത്താവേ. എന്താണ് ആ വിളിക്ക് കാരണം? ശരിക്കും പറഞ്ഞാൽ 79% വരുന്ന കടലിന്റെ വെള്ളത്തിന്റെ ശബ്ദമാണോ യേശു കേൾക്കേണ്ടത്? 12 പേരുടെ ശബ്ദമാണോ യേശു കേൾക്കേണ്ടത്? യേശു കേൾക്കേണ്ടത് വെള്ളത്തിന്റെ ശബ്ദമാണ്. കാരണം വെള്ളത്തിന്റെ ശബ്ദവും യേശുവിന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കും. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മുഴങ്ങുന്ന യുഗോ. പക്ഷേ 79% വരുന്ന കടലിന്റെ ആർത്തിരമ്പെന്ന ശബ്ദം യേശു കേട്ടില്ല. അവൻ അഭിനയിക്കൊന്നുമല്ലായിരുന്നു, യേശു ഉറങ്ങിപ്പോയതാ. പക്ഷെ ആവശ്യബോധത്തോടുകൂടെ ആ പടകിനകത്ത് മുട്ടുകുത്തി പങ്കായം താഴെ വെച്ചിട്ട് ആവശ്യബോധത്തോടെ ഒരൊറ്റ നിലവിളി, ഏക മനസ്സോടെ നിലവിളിച്ചപ്പോൾ കടലിന്റെ ശബ്ദത്തിന് ഉണർത്തുവാൻ കഴിയാത്തവൻ ആ പടകിൽ ഒറ്റ നിലവിളിക്ക് എഴുന്നേറ്റു. വല്ലോ പിടികിട്ടുന്നുണ്ടോ? ഈ പന്തലികയുടെ ആയിരക്കണക്കിന് ആളുകൾ ആർത്തലയ്ക്കുന്ന ശബ്ദമുണ്ടെങ്കിലും പിടയ്ക്കുന്ന ഹൃദയത്തോടെ അകത്തളത്തിൽ നിന്ന് ആവശ്യബോധത്തോടുകൂടെ നീ ഒരൊറ്റ വിളി വിളിക്കാമെങ്കിൽ ഇന്ന് രാത്രി വരെ നിന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന സകല പ്രശ്നങ്ങൾക്ക് മറുപടിയായി ഈ പന്തലിൽ എന്റെ യേശു എഴുന്നേൽക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റാട്ട് ദൈവമക്കൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ശ്രീയേശുനാമം അതിശയനാമം. എനിക്ക് ആ പാട്ട് കേൾക്കുന്ന കാലം മുതൽ ഇന്ന് വരെ എത്ര പാടിയിട്ടും മതി വരുന്നില്ല. ഒന്ന് എഴുന്നേറ്റാട്ടെ ദൈവമക്കളെ. ആ പാട്ട് പാടും പിറകിൽ, പക്ഷെ ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രിയിൽ ആരും പോകരുത്. എൻ്റെ തുറന്ന മനസ്സോടെ ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശു നിങ്ങളുടെ കർത്താവാണോ? യേശു നിങ്ങളുടെ ദൈവമാണോ? സ്തോത്രം. റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? സ്തോത്രം. ഒറ്റ വാക്കിൽ പറയാം. യേശുവിനെ കർത്താവെന്ന ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാൽ, കർത്താവെന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവെന്ന്, അകത്തളത്തിൽ നിന്നും ആത്മാർത്ഥമായി നീ താങ്കൾ ഇന്ന് രാത്രി യേശുവിന്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ, പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, നിനക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കുടിയിരിപ്പിന്റെ ശക്തികൾ, നീ എത്ര ശ്രമിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി പിണ്ഡം വെക്കുവാനാകാത്ത ചില പോരാട്ടത്തിന്റെ ശക്തികൾ, ഒരു കർമ്മവും ചെയ്യണ്ട, ഒരു സ്ഥലത്തും പോകണ്ട, ഈ രാത്രി നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അവന്റെ അധരത്തിൽ നിന്ന് കിട്ടാവുന്ന ശബ്ദത്തിൽ പറ, ഇന്നു മുതൽ യേശു മാത്രമല്ല അവൻ എന്റെ കർത്താവാണെന്ന് നീ അറിഞ്ഞു പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചിട്ടേ ഈ രാത്രി നീ പന്തൽ വിട്ട് മടങ്ങുകയുള്ളൂ. ഞാൻ കേട്ടൊരു കാര്യം കടമായെടുത്ത് പറയാം. 17 വയസ്സ് പ്രായമുള്ള മന്ദബുദ്ധിയായ ഒരു പെൺകുട്ടിയെ ഒരു ദൈവദാസൻ തലയിൽ കൈവച്ച് ഭൂതബാധിത ഒഴിവാക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചോദ്യം, ഇത്ര വർഷമായിട്ടും എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ പിശാച് നശിപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് പിശാച് പറഞ്ഞൊരു മറുപടി, ശരിയാണെങ്കിൽ എന്ന അനുമാനത്തോടെ പറയുകയാണ്, ഞാൻ ഈ കുഞ്ഞിനെ പലപ്പോഴും വെള്ളത്തിന് മുന്നിൽ ചാടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, അഗ്നി കാണുമ്പോൾ തള്ളിയിടാൻ ശ്രമിച്ചു, വണ്ടി കാണുമ്പോൾ മുമ്പിലേക്ക് ഉന്തിയിടാൻ ശ്രമിച്ചു,
ഇവളുടെ അപ്പനും അമ്മയും ബന്ധുക്കോസുകാരാ. അതുകൊണ്ടായിരിക്കും ഇവൾ അപ്പനും അമ്മയും ഇവളോട് ഒരു കാര്യം പറഞ്ഞു, മോളെ നീ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചോളണം. ഞാൻ ഇവളെ വെള്ളം കാണുമ്പോഴും അഗ്നി കാണുമ്പോഴും വണ്ടി കാണുമ്പോഴൊക്കെ ഒന്തിയിടാൻ ഭാവിക്കുമ്പം ഇവളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരും, കർത്താവേ കർത്താവേ. അതുകൊണ്ട് 18 കൊല്ലമായിട്ട് ഇവിടെ മുക്കിക്കൊല്ലാൻ പറ്റിയിട്ടില്ല. മന്ദബുദ്ധിയായ പെൺകുട്ടിയുടെ അധരത്തിൽ നിന്ന് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ പിശാച് പോലും വിറങ്ങലിച്ചു മാറി നിന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് സുബോധമുണ്ടല്ലോ കുഞ്ഞേ, നീ ഒന്ന് ഉറക്കപ്പറ. നിന്റെ മരണത്തിന്റെ പാശങ്ങൾ ഇന്ന് രാത്രി യേശു അഴിക്കാൻ പോവുകയാണ്. രോഗത്തിന്റെ ബന്ധനങ്ങൾ യേശു അഴിക്കാൻ പോവുകയാണ്. യേശു എന്റെ ക്രിസ്തുവാണ്, അവൻ എന്റെ കർത്താവാണ്. ഒരല്പസമയം ഹല്ലേലൂയ പറയാതെ, സ്തോത്രം പറയാതെ എല്ലാവരും കരങ്ങൾ തട്ടി ഒരു വാക്ക് മാത്രം പറ, യേശു മാത്രം എന്റെ കർത്താവ്, യേശു മാത്രം എന്റെ കർത്താവ്. ശക്തിയോടെ പറഞ്ഞാട്ടെ, ആരും മിണ്ടാതിരിക്കരുത്. ചെറുവക്കൽ മുഴുവൻ കേൾക്കട്ടെ, കൊട്ടാരക്കര മുഴുവൻ കേൾക്കട്ടെ, ഈ ജില്ല മുഴുവൻ കേൾക്കട്ടെ, ഈ കേരളം മുഴുവൻ കേൾക്കട്ടെ, ഈ ഏഷ്യ മുഴുവൻ കേൾക്കട്ടെ. യേശു മാത്രമാണ് കർത്താവ്.